ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. അത്യാഹിത വിഭാഗത്തിൽ മണിക്കൂറുകൾ കാത്തുനിന്ന് രോഗികൾ വലയുന്നു. പനി കൂടിയെത്തിയ കുട്ടിയെ ചികിത്സിക്കാതെ പറഞ്ഞയച്ചു. ആരോഗ്യമന്ത്രിയുടെ ജില്ലാ ആശുപത്രിയിലെ സന്ദർശനത്തിനിടെയായിരുന്നു സംഭവം. അതേസമയം ചികിത്സാ നിഷേധത്തിൽ പ്രതികരിക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തയ്യാറായില്ല. സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തിയെന്ന് മാത്രമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ മറുപടി. സൂപ്പറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പരാതികൾ സൂപ്പറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, സൂപ്പറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷിക്കാൻ. പോവാ മതി. ഡോക്ടർമാരില്ലാത്തതിൽ രോഗികളും പ്രതിഷേധവുമായി എത്തി. അവിടെ 2 നേഴ്സേ ഉള്ള കാഷ്വാലിറ്റിയിൽ എന്ത് രോഗം പറയാം. ഡോക്ടർമാരെ ആ OP ഡോക്ടർ മറ്റേ എന്നാ അതിന് പറയാം PG ഡോക്ടർമാരാ അവരേ ഉള്ളൂ, അല്ലാണ്ട് ഡോക്ടറില്ല. അത് ഭയങ്കര തിരക്കായിരുന്നു. 2 നേഴ്സുമാർ എത്ര പേരെ നോക്കുന്നേ? ആ നേഴ്സുമാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ആ കൊച്ചിനെ അവർ 1.5 മണിക്കൂറോളം നോക്കില്ല. ആ അച്ഛൻ തന്നെ അതിനെ ചുമ്മാ തുണിമുക്കും തുടയ്ക്കും, അങ്ങനെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ ചെന്ന അച്ഛനോട് പറഞ്ഞു, തുണിമുക്കി ആ കയ്യിൽ ഇവിടെയൊക്കെ തുടച്ചു കൊടുക്കുന്നു. കാരണം നമുക്ക് കണ്ട പാവം തോന്നുമായിരുന്നു. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിന് ഫിക്സ് പോലെ വന്നപ്പോഴാണ് നോക്കാൻ ആൾ വന്നത്. ഇവിടെ മന്ത്രി വരുന്നതിന് ഒരുക്കം നടക്കുമല്ലേ, അപ്പം പിന്നെ നോക്കാൻ നേരമുണ്ടോ? ഒരു ഡോക്ടർമാർ പോലും ഇല്ല ഇവിടെ. സർജൻ ഇല്ല, ഫിസിഷ്യൻ ഇല്ല, ന്യൂറോ ഇല്ല, ബോർഡുണ്ട്. ഇവിടെ വരുമ്പോൾ ഡോക്ടറില്ല, ബോർഡ് മാത്രമേ ഉള്ളൂ. ഒരു മാസമായിട്ട് എന്തോ അനുഭവിക്കുന്ന ഇവിടെ ഒരു ഡോക്ടർമാരും ഇല്ലാതെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോവുക. ഇതിനു മുമ്പ് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇവിടെ വന്ന അത്യാവശ്യം ഡോക്ടർ ഉണ്ടായിരുന്നു. മന്ത്രിയുടെ കാര്യം, മന്ത്രി ഇവിടെ വന്നു, മന്ത്രിനെ അതുപോലെ തന്നെ കുറെ ആൾക്കാർ കൂട്ടിമേളിലേക്ക് കൊണ്ടുപോയി. അല്ലാണ്ട് നമ്മൾ മന്ത്രിനെ കാണുമോ മന്ത്രിയോട് സംസാരിക്കുള്ള ഗ്യാപ്പ് വരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ കുറെ പേര് ബൊക്കയും പൂവും എന്നാണ്ടൊക്കെ പിടിച്ചോടെ നിൽക്കണ്ടായിരുന്നു. നമുക്ക് സംഭവം എന്താണെന്ന് കൂടെ മനസ്സിലായില്ല. ആരോ വന്ന് കാറിൽ ഇറങ്ങി, അപ്പോഴാണ് മനസ്സിലാവണ മന്ത്രി വന്നു എന്നുള്ള കാര്യം. മന്ത്രിനെ കൂട്ടി അങ്ങോട്ട് പോയി. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഒരു ഡോറിന്റെ അപ്പുറം എത്രയോ രോഗികൾ ചികിത്സ കിട്ടാണ്ട്, ഇപ്പം ഞാൻ പോലെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം തന്നെ, എത്രയോ രോഗികൾ ചികിത്സ കിട്ടാണ്ട് അവിടെ വെയിറ്റ് ചെയ്യുക. കാര്യം പറഞ്ഞാൽ ഡോക്ടർമാർ നേഴ്സുമാരെ പ്രായിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് മന്ത്രി വന്ന് നേരെ കയറിപ്പോയി അന്വേഷിക്കുന്നത്. അതുപോലെ മന്ത്രി തിരിച്ചിറങ്ങി വന്നു. അപ്പോഴും അയാളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അല്ലാണ്ട് ഇവിടെ രോഗികൾ എത്ര പേരുണ്ട്, അവർക്ക് ചികിത്സ കിട്ടിയോ, അതൊന്നും അന്വേഷിക്കണമെന്ന് ഞാൻ കണ്ടില്ല. ദിവസം 3-4 മാസമായിട്ട് ഇവിടെ മരുന്നിന് വന്ന ഡോക്ടറില്ല. ഷുഗറിൻ്റെതും അറ്റാക്കിനും ഒക്കെ നോക്കി മരുന്ന് തരുന്ന ഡോക്ടർമാർ ഒരിക്കലും കാണുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ സഹകരണത്തിൽ പോയി ജോസ് പോൾ ഡോക്ടറെ കാണുക. ഇവിടെയായിരുന്നു വന്നോണ്ടിരുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങോട്ടത്തേക്ക് എഴുതി തന്നെ ഇവിടുന്ന് മരുന്ന് മേടിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാർ കാണുകയല്ല. അത് കാരണം ഇപ്പോൾ ജോസ് പോളിൻ്റെ അടുത്ത് പോയി ഈ സഹകരണ ആശുപത്രി പുള്ളി ഇരിപ്പുണ്ട്. 4 മണിയാകുമ്പോൾ അവിടെ പോയി ഞാൻ പണിയുന്നിടത്ത ചേച്ചി ആയിട്ട് പോയി അവിടെ പോയി മേടിക്കുക. ഇപ്പോൾ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി CBC ജോസഫ് കൂടി ചേരുന്നുണ്ട്. CB, ഏതായാലും ആരോഗ്യമേഖല കുത്തഴിയുകയാണ്, നാഥനില്ലാ കളരിയായി മാറുന്നു. കഴിഞ്ഞ ദിവസം കാസർഗോഡ് കണ്ടതിന് സമാനമായ സംഭവമാണ് ഇടുക്കിയിലും കാണുന്നത്. ജില്ലാ ആശുപത്രിയിൽ ഒരു വിഭാഗത്തിൽ ഡോക്ടർമാരില്ലെന്നാണ് അവിടെ എത്തിയ രോഗികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നെന്തായിരുന്നു ആരോഗ്യമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം? അദ്ദേഹം പറയുന്നത് കേട്ടു, എല്ലാം സൂപ്രണ്ട് നോക്കിക്കൊള്ളും. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? സിജു, ആരോഗ്യമന്ത്രി ഇവിടെ തൊടുപുഴ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആ സമയത്താണ് ഈ താലൂക്ക് ആശുപത്രിയിൽ ഒന്ന് കയറാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അവിടെ വെച്ച് മാധ്യമങ്ങളുമായി സംസാരിക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഈ ജില്ലാ ആശുപത്രിയിൽ എത്തിയപ്പോൾ സ്ഥിതിഗതികളാകെ മാറി. ഇവിടെ ഡോക്ടർമാരില്ല, മരുന്നില്ല, രോഗികൾ പുറത്ത് വളരെ വലിയ പ്രതിഷേധം. മാത്രമല്ല ഈ മന്ത്രി വന്നതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ മാറി. ഉദ്യോഗസ്ഥരും DMOയും സൂപ്രണ്ടും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെയും ഇവരെ ബൊക്ക നൽകി സ്വീകരിക്കാനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഈ ആരോഗ്യമന്ത്രി ഉള്ളപ്പോഴാണ് ഈ ഒരു അനാസ്ഥ. അവിടെ ചെറിയൊരു കുട്ടി പനി ബാധിച്ച് ഇവിടെ എത്തുകയും ആ കുട്ടി 1.5 മണിക്കൂറോളം ചികിത്സ ലഭിക്കാതെ ഇവിടെ വരാന്തയിൽ കിടന്നു. പിന്നീട് ആ കുട്ടിയെ കൊണ്ട് അച്ഛൻ ആ കുട്ടിക്ക് ഫിക്സ് വന്നപ്പോൾ ആ കുട്ടിയെ താങ്ങിയെടുത്തുകൊണ്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയും നമുക്ക് നേരിൽ കാണാൻ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ നൽകിയത്. എന്തായാലും വളരെ വലിയ അനാസ്ഥ നേരിൽ മന്ത്രി കണ്ടിട്ടും ഒരു പ്രതികരണം പോലും നടത്തിയില്ല. അത് സൂപ്രണ്ട് എല്ലാം പറയുമെന്ന് പറഞ്ഞുകൊണ്ട്
അദ്ദേഹം ഓടി ഒളിക്കുന്ന കാഴ്ച കണ്ടു. ഞാനിപ്പോൾ നിൽക്കുന്നത് സൂപ്രണ്ടിൻ്റെ ഓഫീസാണ്. ഇവിടെ നമുക്ക് DYFI അടക്കമുള്ള സംഘടന അവർ പൊതിച്ചോറ് വിളമ്പാൻ വേണ്ടി ഇവിടെ എത്തിയാണ്. അപ്പോൾ ആ സമയത്താണ് അവർ ഈ അനാസ്ഥ നേരിക്കാണതും ഇതെല്ലാം തന്നെ കണ്ടത്. ആ സമയത്താണ് അവർ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട്, അതുകൊണ്ട് DMOയെയും അതോടൊപ്പം തന്നെ ഈ സൂപ്രണ്ടിനെ പ്രതിഷേധിച്ചുകൊണ്ട് അവർ ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്തായാലും വളരെ വലിയ അനാസ്ഥയാണ്. ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് DYFI. നമുക്കറിയാം, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം പ്രശംസ കേട്ട ഒന്നായിരുന്നു ആരോഗ്യവകുപ്പ്. പക്ഷേ ഈ ആരോഗ്യവകുപ്പ് ഇപ്പോൾ കുത്തഴിഞ്ഞ സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഇവിടെ കൃത്യമായി ഡോക്ടർമാരില്ല, ചികിത്സിക്കാൻ വേണ്ടി കൃത്യമായി ഡോക്ടർമാരും നഴ്സുമാരില്ല. പ്രത്യേകിച്ച് മലയോര മേഖലയാണ്. നിരവധിയായ ഈ കർഷക തൊഴിലാളികൾ ഉൾപ്പെടുന്ന തോട്ടത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഒരു മേഖല കൂടിയാണ്. അവരുടെ ഏക ആശ്രയമാണ് ഈ ജില്ലാശുപത്രി. ഈ ജില്ലാശുപത്രിയാണ് ഇത്തരത്തിലൊരു വളരെ വലിയൊരു വീഴ്ച എന്ന് നമുക്ക് പറയാം. ഈ വിഷയമുണ്ടായി. ഇവിടെ ഞങ്ങൾ പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നവരാണ്. ഞങ്ങളുടെ രോഗികൾ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ ഈ സമരം എടുത്തത്. ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത് സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം സംസാരിക്കാം എന്ന് കരുതിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഈ ആശുപത്രിയുടെ സൂപ്രണ്ട് വാതുറക്കാൻ തയ്യാറാവുന്നില്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആരോഗ്യമന്ത്രി വാതുറന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആശുപത്രിയുടെ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അപ്പോൾ ആരാണ് ഇതിന് മറുപടി പറയുന്നത്? ഇനി മന്ത്രി വരുമ്പോൾ ആശുപത്രി അടച്ചുപൂട്ടണം, അന്ന് രോഗികൾക്ക് ചികിത്സ കൊടുക്കേണ്ടതില്ല എന്നാണ് പുതിയ സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ അത് പരസ്യപ്പെടുത്തണം. രഹസ്യമായി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് നടപ്പിലാക്കരുത്. മന്ത്രി ഏതെങ്കിലും ആശുപത്രി സന്ദർശിച്ചാൽ അന്ന് ആശുപത്രി അവധി, രോഗികൾ വരണ്ട, ഞങ്ങൾ ഇവിടെ ചായ കുടിയും മറ്റു പരിപാടിയുമായി ഇവിടെ കൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അതിനുശേഷം മന്ത്രി ആനയിച്ചുകൊണ്ട് നടക്കലാണ് ഞങ്ങളുടെ ചുമതലയെന്നും തൊഴിലെന്നും ഈ ആശുപത്രിയെ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞാൽ ഞങ്ങൾ പിരിഞ്ഞു പോവാം. പക്ഷേ ഇതിന് മറുപടി പറയാതെ ഇവിടുന്ന് പോകാം. ഇപ്പോൾ ഞങ്ങൾ ഈ സമരം ഉണ്ടായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് സൂപ്രണ്ട് ഇവിടെ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തിട്ടുള്ളത്. മറുപടി പറയാതെ ശ്രദ്ധ തിരിച്ച് ഇവിടുന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് സൂപ്രണ്ട് സ്വീകരിച്ചത്. പക്ഷേ സൂപ്രണ്ടെന്ന് മനസ്സിലാക്കണം, ഞങ്ങളും നാളെ ഈ നാട്ടിലുണ്ട്. നാളെയും സൂപ്രണ്ട് ഇതേ ആശുപത്രിയിലേക്ക് തിരിച്ചു വരേണ്ടി വരും. എല്ലാ ദിവസവും ഒളിച്ചോടുന്ന സമീപനം എടുക്കാനാണ് അദ്ദേഹം തീരുമാനിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും ഒളിച്ചോടാനുള്ള വഴി കൂടി കണ്ടുവച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പാടുള്ളൂ എന്ന് DYFI എല്ലാ ദിവസവും ഇവിടെ പൊതിച്ചോറ് കൊടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ കയറി വന്ന് സൂപ്രണ്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. ഇനി ഇതിന് മറുപടി തരാൻ എന്തായാലും നാളെ DYFI ഈ ആശുപത്രിയിലേക്ക് ഉജ്ജ്വലമായി മാർച്ച് സംഘടിപ്പിക്കും. ഈ പോലീസ് വിചാരിച്ച തടയൊന്ന് കഴിയട്ടെ. ചില പോലീസുകാർക്ക് മന്ത്രി വന്നതിൻ്റെ പേരിൽ ഉള്ളിലെ കോൺഗ്രസ് ശക്തം വല്ലാതെ തിളച്ചു മറിയുന്നുണ്ട്. ആ തിളയൊക്കെ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ തിള തൽക്കാലം ഒന്ന് പൊടിക്കടങ്ങി നിൽക്ക്, തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ പൊടിക്കടങ്ങ് എന്ന് മാത്രമേ ആ ഉദ്യോഗസ്ഥന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വല്ലാതെ ഇങ്ങോട്ട് കയറേണ്ടതില്ല. ഇവിടെ സമരം ചെയ്യാൻ DYFI തീരുമാനിച്ചു വന്നാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സമരം ചെയ്യും. അത് തടയാൻ കേരള പോലീസ് വളർന്നുണ്ടെങ്കിൽ പോരട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. അത് നോക്കാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട്. ഇപ്പോൾ 20 DYFIക്കാരുള്ളൂ. ഇനി ഇതിൻ്റെ എണ്ണം കൂട്ടണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ നിലപാടനുസരിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. തീർച്ചയായും അത് തന്നെയാണ് DYFI അത് തന്നെയാണ് സിബി. അതായത് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇടുക്കി ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. DYFI പ്രവർത്തകർ വലിയ തരത്തിൽ പ്രതിഷേധം. അവിടെ സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട ആശുപത്രിയിലാണ് ഇത്തരത്തിൽ കുത്തൊഴിഞ്ഞ് കിടക്കുന്നത്. എല്ലാ വിഭാഗങ്ങളിലും ആ ഡോക്ടർമാരില്ലാത്ത ഒരു സാഹചര്യമാണ്. അതാണ് അവിടുത്തെ രോഗികളുടെ വാക്കിൽ നമുക്ക് കേൾക്കാൻ കഴിയുകയും ചെയ്തത്. കൂടുതൽ വരും ദിവസങ്ങളിൽ സമരം പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് DYFIയുടെ തീരുമാനം.